14 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് സ്വപ്നം കണ്ട സഭയുടെ പിതാക്കന്മാർ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ കഴിഞ്ഞ 114 വർഷങ്ങളായി സഭയുടെ വലിയ പിതാക്കന്മാർ നയിച്ച് അതിനെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് അതിന് സാരഥ്യം വഹിക്കുന്ന അഭിവന്യ സെറാഫിം തിരുമേനിയും ദീർഘകാലം MGOCSൽ പ്രവർത്തിച്ച് പരിചയമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ സഭയ്ക്ക് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആശങ്കയൊന്നുമില്ല. അതിലുപരി വലിയ പ്രത്യാശയാണുള്ളത്. MGOCS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണത്തിലും ക്രിസ്തീയ വീക്ഷണത്തിലുമുള്ള ഒരു സംസ്കാരം, അത് കലാലയങ്ങളിൽ മാത്രമല്ല, കലാലയങ്ങളിൽ കൂടി അവരുടെ ജീവിതത്തിലേക്കും പകർത്തുവാനുള്ള പ്രത്യേകമായ വീക്ഷണമാണ് സഭയ്ക്കുള്ളത്. ആ സംസ്കാരം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന 3 കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്, we must have an exemplary character of humility. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. അതുകൊണ്ട് ആരും പറയുന്നത് അനുസരിക്കേണ്ട, ആരെയും ബഹുമാനിക്കേണ്ടതില്ല, എല്ലാവരും തുല്യരാണ് എന്നുള്ളതായ ചില തെറ്റിദ്ധാരണകൾ മനുഷ്യനുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഏതൊരു മനുഷ്യനും വിനയത്തിൻ്റെ മാർഗത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ അറിഞ്ഞതിനേക്കാൾ വളരെയധികം അറിവുള്ളവർ ഈ ലോകത്തിലുണ്ട് എന്നുള്ളതായ ബോധ്യമുണ്ടാവണം. അതാണ് നമ്മൾക്ക് നമ്മൾ കാണിക്കേണ്ടതായ ഒരു സംസ്കാരം. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ, എന്നേക്കാൾ അറിവുള്ളവർ ഈ ലോകത്തിലുണ്ട്, ഏത് വിഷയത്തിലായിരുന്നാലും എന്നുള്ളതായ ബോധ്യം ആണ് നമ്മളെ വിനയത്തിലേക്ക് നയിക്കേണ്ടത്. അത് ബാഹ്യമായി കാണിക്കുന്ന ഒരു വിനയമല്ല, ആന്തരികമായി മനസ്സിനുണ്ടാകേണ്ടതായ ഒരു ഇരുത്തം വന്ന മനസ്സാണ്. അവിടെയാണ് ആ വിനയത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണിക്കേണ്ട ഒരു മാർഗം വിനയത്തിൻ്റേതാണ്. ആ സംസ്കാരം ആണ് കർത്താവ് നമുക്ക് നൽകിയത്. വിനയത്തിൻ്റെ മാർഗമാണ് കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം വിനയത്തിന് മാർഗമായിട്ട് ദൈവം മനുഷ്യനായി തീർന്ന ആ ഒരു വലിയ ത്യാഗം അതാണ് നമുക്ക് നൽകുന്നത്. അത് എങ്ങനെ നമ്മുടെ കലാലയ ജീവിതത്തിലും ഭാവി ജീവിതത്തിലും രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഏറ്റവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. രണ്ടാമതായിട്ട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്, there should be a life of sanctity. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഇഷ്ടം വിശുദ്ധീകരണമാണെന്നുള്ളതാണ്. നമ്മളെല്ലാം കഴിവുള്ളവരാണ്,
പലതരത്തിലുള്ള സർഗശക്തികൾ നമുക്കുണ്ട്. പാടുവാനും ആടുവാനും പ്രസംഗിക്കുവാനും സംഘടിക്കുവാനും സംഘടിപ്പിക്കുവാനുമൊക്കെയുള്ള എല്ലാ കഴിവുകളും ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. എന്നാൽ ഈ കഴിവുകളെല്ലാം നമ്മുടെ അശുദ്ധ ജീവിതത്തിൻ്റെ മറയായി തീരാൻ പാടില്ല. ഒരു സംശുദ്ധമായ ജീവിതത്തിൻ്റെ സാക്ഷികളാകുമ്പോഴാണ് നമ്മുടെ കഴിവുകൾക്ക് മാറ്റ് വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾക്ക് മാറ്റ് കുറഞ്ഞതായിത്തീരും. നമ്മളെന്തെല്ലാം കഴിവുകളുണ്ടായിരുന്നാലും സംശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളല്ലെങ്കിൽ നമ്മളെന്തെല്ലാം ലോകം വെട്ടിപ്പിടിച്ചാലും നമ്മുടെ ആ പരാക്രമങ്ങളെല്ലാം വ്യർത്ഥമായിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈനംദിനമായ ജീവിതത്തിൽ സംശുദ്ധമായ ഒരു ചിന്ത, സംശുദ്ധമായ ഒരു സംസാരം, സംശുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനം എന്നിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാനും പരിശോധിക്കുവാനും സ്വയപരിശോധന നടത്തുവാനും വിദ്യാർത്ഥി കാലത്ത് തന്നെ നമുക്ക് പരിശീലനം നേടേണ്ടതാണ്. അതാണ് നമുക്ക് കൈമുതലായെടുക്കേണ്ടതായ സംസ്കാരം. അതാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കേണ്ടതായ സംസ്കാരം. ആ സംസ്കാരമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരേണ്ടത്. അതിന് വളരെയധികം വെല്ലുവിളികളുള്ള ലോകത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. ജീവിതത്തിൽ അനേക കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ വിസ്മയിക്കത്തക്കതായ രീതിയിലുള്ള അനുഭവ പാഠങ്ങളിൽ കൂടിയും സുഖസൗകര്യങ്ങളിൽ കൂടിയുമുള്ളതായ നമ്മുടെ യാത്രയാണ്. അവിടെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അഥവാ ഇതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുന്നു എന്നുള്ളതായ സത്യമാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നാം നിവസിക്കുന്ന ഈ ലോകത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന വലിയ അടിസ്ഥാന വാക്യമുണ്ട്. ബി മേഴ്സിഫുൾ ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് മേഴ്സിഫുൾ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീനെന്നുള്ളതാണ്. കരുണയുടെ ഒരു സംസ്കാരം, കരുണയുടെ ഉറവിടമാകുവാൻ നമുക്ക് കഴിയുന്നു. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ കരുണയുടെ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന അനേകരുണ്ട്. അതിൽ നമുക്കെന്തുമാത്രം ഭാഗവാക്കാകാൻ കഴിയുന്നുണ്ട്. നാം എത്രമാത്രം നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളായി ഈ ലോകത്ത് ജനിച്ചുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളായിരിക്കുമ്പോൾ ആ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് കരുണ കാണിക്കാനുള്ളതായ ഒരു മാതൃക നമ്മിൽ നിന്നുണ്ടാവണം. ആ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. കാരണം ഇന്ന് മനുഷ്യൻ്റെ തേരോട്ടം എപ്പോഴും ആർജിക്കുക എന്നുള്ളതാണ്. എത്രയും കൂടുതൽ ആർജിക്കുക, എത്രയും കൂടുതൽ വരുമാനമുണ്ടാക്കുക, എത്രയും കൂടുതൽ സുഖമായി ജീവിക്കുക, അതാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു ആപ്തവാക്യമായിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. കർത്താവിനും മുമ്പുള്ളതായ എപ്പിക്യൂരിയൻ ചിന്താഗതി ഗ്രീക്ക് സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ഗ്രീക്ക് പാരമ്പര്യത്തിലുണ്ടായതാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന്. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതം? ജീവിതം എങ്ങനെയും ശ്രേഷ്ഠമായി, ജീവിതം എങ്ങനെയും വലുതായി കണ്ട് എനിക്ക് ലഭിക്കാവുന്നത് മുഴുവൻ ആർജിച്ച് ഞാൻ സുഖമായി ജീവിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് അല്പം പോലും കരുതലില്ലാതിരിക്കുക. അത് മാനുഷികമല്ല, മനുഷ്യത്വമല്ല. മനുഷ്യത്വമായ സംസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെ നമ്മളെപ്പോലെ സ്നേഹിക്കുന്നതാണ്. കരുണയുടെ വാഹകരായി, കരുണയുടെ ഉറവിടങ്ങളായി നമ്മൾ തീരുന്നതാണ്. അവിടെ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന്
നമുക്കറിയാൻ കഴിയുള്ളൂ. ദൈവം ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, എല്ലാവരോടും കരുണ കാണിക്കുന്നു. ആ ഒരു സംസ്കാരം നമുക്കും വളർത്തിയെടുക്കണം. നമ്മൾ വളരുന്നത് ആർജിക്കുന്നതിനല്ല, നേരെ മറിച്ച് കൊടുക്കുന്നതിനാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ എനിക്ക് വാങ്ങണം, എനിക്ക് ആവശ്യമുള്ളത് നിർവഹിക്കണം, അതേ സമയത്ത് മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. അതാണ് മഹായ തെയോഫിലോസ് ഓഫ് ആൻറ്റിയോക്ക് 3-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത്. എനിക്ക് ആവശ്യമില്ലാതെ എൻ്റെ നിക്ഷേപപാത്രത്തിലുള്ളതെല്ലാം മറ്റാരിൽ നിന്നോ ഞാൻ കവർന്നെടുത്തതാണ്, അത് തിരികെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. അതാണ് സക്കായിയുടെ മാനസാന്തരത്തിൽ സക്കായിയും ചെയ്തത്. അപ്പോൾ എന്തൊക്കെയോ നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമില്ലാത്തതിലധികമായിരിക്കുന്നെങ്കിൽ അതെല്ലാം മറ്റാരിൽ നിന്നോ നമ്മൾ കവർന്നെടുത്തതാണ്. അതുകൊണ്ടത് ആവശ്യക്കാർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കാൻ കരുണയുടെ ഉറവിടമായി നമ്മൾ തീർന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു സംസ്കാരമുണ്ടാകണം, കൾച്ചർ ഓഫ് ഹ്യൂമിലിറ്റി, എ കൾച്ചർ ഓഫ് ഹോളിനെസ്, എ കൾച്ചർ ഓഫ് മേഴ്സിഫുൾനെസ്. ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു വേദിയായി നമ്മുടെ ഈ പഠനങ്ങൾ, കോൺഫറൻസുകൾ, ചർച്ചകൾ, ക്ലാസ്സുകളൊക്കെയും തീരണം. ഈ 114-ാമത്തെ MGOCSM വാർഷികം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനും അഭിമന്യ പ്രസിഡന്റ് തിരുമേനി ഓർപ്പിച്ചതുപോലെ ഇതിൽ നിന്ന് രൂപാന്തരപ്പെട്ട ജീവിതമുള്ളതായ ഒരാളെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഈ കോൺഫറൻസിൻ്റെ വിജയമായി എന്ന് തിരുമേനി പറയുന്നത് ഒരാളല്ല, അനേകരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.